ഇപ്പോൾ അമ്മേനെ വളരെ മോശമായിട്ട് പറയുമ്പോൾ കുഞ്ഞിനെ അത് ഹേർട്ടാവാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞിൻ്റെ കോൺഫിഡൻസ് കുറയും. അത് എന്നെയും കൂടെ ചേർത്താണോ ഈ പറയുന്നത് എന്നുള്ളൊരു ഫീല് കുഞ്ഞിലേക്ക് വരാറുണ്ട്. ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ കാണാറുണ്ട് ഫാമിലിയുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് അമ്മേനെ അച്ഛൻ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതൊരു പക്ഷേ തമാശയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ കാര്യമായിട്ടായിരിക്കാം, സീരിയസ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ബാഡ് വേർഡ്സ് പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ടോണിലുള്ള സംസാരമായിരിക്കാം. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കറിയില്ല ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അവരത് മിറർ ചെയ്യാൻ ശ്രമിക്കും. കാര്യം അവർ എന്ത് കണ്ടാലും അതിനെ അബ്സോർവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരതിനെ മിറർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും അച്ഛനില്ലാത്ത സിറ്റുവേഷനിലും കുട്ടി എന്ത് ചെയ്യും, അമ്മേനോട് ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ അമ്മേനെ വളരെ മോശമായിട്ട് പറയുമ്പോൾ കുഞ്ഞിനെ അത് ഹേർട്ടാവാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞിൻ്റെ കോൺഫിഡൻസ് കുറയും. അത് എന്നെയും കൂടെ ചേർത്താണോ ഈ പറയുന്നത് എന്നുള്ളൊരു ഫീല് കുഞ്ഞിലേക്ക് വരാറുണ്ട്. ഈ രണ്ട് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഭർത്താവിനെ ചിലപ്പം ഇൻലോസ് ആയിരിക്കും ഈ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള സിറ്റുവേഷനിലാണെങ്കിൽ അവർക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അവർക്ക് ആ ഒരു രീതിയിൽ അവയർനെസ് കൊടുക്കുക. അല്ലെങ്കിൽ വേറെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇപ്പം ഇവർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ഇവർ പറഞ്ഞാൽ ഇവർ കേൾക്കും എന്നുള്ള രീതിയിൽ ആൾക്കാരോട് പറഞ്ഞിട്ട് ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഇത് കുഞ്ഞിൻ്റെ ബിഹേവിയറിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു മെസ്സേജ് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.